പെറ്റിനെ നമ്മൾ കാറിൽ എപ്പോഴും ലൂസായിട്ട് അഴിച്ചു വിടാറുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമല്ല. കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത് പെട്രോൾ പമ്പെല്ലാം എത്തിയാൽ ആൾക്കാർ കാറെല്ലാം ഓഫാക്കി പെറ്റ്സിനെ അതിനകത്താക്കി പോകുന്നതാണ്. ഇത്രയും ഹാർഷ് ടെമ്പറേച്ചറിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ കാറിലേക്ക് കയറുമ്പോഴുള്ള ഒരു ടെമ്പറേച്ചർ അവർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. ഹായ്, വെൽക്കം ടു റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്. പെറ്റ്സുമായി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് കാണാം. പെറ്റ്സുമായി ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ ദൂരം നിങ്ങളുടെ പെറ്റ്സുമായി ട്രാവൽ ചെയ്ത് നോക്കുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ വരികയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും കാണുന്നത് നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാറിൽ കയറിയിരിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ പെറ്റ്സിനെയും കൂടെ ഇരുത്തുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും ഹാർഷ് ടെമ്പറേച്ചറിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ കാറിലേക്ക് കയറുമ്പോഴുള്ള ഒരു ടെമ്പറേച്ചർ അവർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. അപ്പോൾ എപ്പോഴും കാറ് സ്റ്റാർട്ട് ചെയ്ത് AC എല്ലാം, അതായത് ടെമ്പറേച്ചർ എല്ലാം നോർമൽ ആയ ശേഷം മാത്രം നിങ്ങളുടെ പെറ്റിനെ കാറിലേക്ക് കയറ്റുക. സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന പ്രവണത പെറ്റിനെ നമ്മൾ കാറിൽ എപ്പോഴും ലൂസായിട്ട് അഴിച്ചു വിടാറുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമല്ല. കാരണം നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴും പലപ്പോഴും പെറ്റ് മുന്നിലേക്ക് വരാനും വീഴാനുള്ള ചാൻസസ് ഉണ്ട്. എപ്പോഴും പെറ്റിൻ്റെ ഒരു ക്രേറ്റിലാക്കി വെക്കുക, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ്സ് കിട്ടും, പെറ്റ് സൂട്ടബിളായ സീറ്റ് ബെൽറ്റ്സ് കിട്ടും, അതായി പെറ്റിനെ ലാച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർ കൂടുതൽ സുരക്ഷിതരായിരിക്കും കാറിൽ. ഇവരായിട്ട് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു കൺട്രോൾഡായ ഒരു സ്പീഡിൽ പോകാൻ ശ്രമിക്കുക. കാരണം ഹൈ സ്പീഡിലെല്ലാം ഇവർക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ചാൻസസ് അധികമുണ്ട്. അതേപോലെ തന്നെ മോഷൻ സിക്നസ് എല്ലാം വരാനുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. അത് കാരണം എപ്പോഴും ഒരു ആവറേജ് സ്പീഡ് എന്ന രീതിയിൽ കാറിൻ്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഇവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ട്രാവലിംഗ് എന്നത് പെറ്റ്സിന് ചിലപ്പോൾ ഒരു പുതിയൊരു അനുഭവമായിരിക്കാം. അത് കാരണം തന്നെ അവർ ആങ്ഷ്യസ് ആവാനുള്ള കാരണങ്ങൾ കൂടുതലാണ്. എപ്പോഴും അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കാം. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മളുടെ വീട്ടുകാരോട് സംസാരിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ പെറ്റ്സിനെ വിളിക്കുന്നതോ സംസാരിക്കുന്നത് പോലെ തന്നെ വണ്ടിയിൽ നിങ്ങളുടെ പെറ്റ്സ് അടുത്തിരിക്കുകയാണെങ്കിൽ അവരോട് സംസാരിക്കുക. ആ ഒരു നിങ്ങളുടെ ശബ്ദം അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ അവരെ കാം ഡൗൺ ചെയ്യാൻ വളരെയധികം സഹായിക്കും. ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി പെറ്റ്സിനെ ഒന്ന് പുറത്തിറക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അത് അവരെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് വെള്ളം കൊടുക്കാം, ഓർ ചെറിയ ചെറിയ ട്രീറ്റ്സ് കൊടുക്കാം. ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കൊടുക്കാതിരിക്കുക. ചെറിയ ട്രീറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അവരും ഹാപ്പി ആയിരിക്കും. പിന്നെ ഹൈഡ്രേറ്റഡ് ആയിരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ചൂട് കാലമല്ലാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് എപ്പോഴും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. ഇപ്പോൾ മാർക്കറ്റിൽ കൊളാപ്സബിൾ വാട്ടർ ബോട്ടിൽസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പോർട്ടബിൾ ലിറ്റർ ബോക്സസ് അവൈലബിൾ ആണ്. അപ്പോൾ പെറ്റ്സായിട്ട് പുറത്തു പോകുമ്പോൾ അതെല്ലാം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കും അത് ഈസി ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പെറ്റ്സുമായി യാത്ര ചെയ്യുമ്പോൾ വൊമിറ്റിംഗ് വരുന്ന സാഹചര്യത്തിൽ ആൻറ്റി എമറ്റിക് മെഡിസിൻസ് നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്നതാണ്. അതൊരു വെറ്റിനറിയൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ കാണുന്നത് പെട്രോൾ പമ്പെല്ലാം എത്തിയാൽ ആൾക്കാർ കാറെല്ലാം ഓഫാക്കി പെറ്റ്സിനെ അതിനകത്താക്കി പോകുന്നതാണ്. ബട്ട് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. കാരണം ഇത് ഹീറ്റ് സ്ട്രോക്കിന് കാരണമാവാം, ഡീഹൈഡ്രേഷന് കാരണമാവാം. അപ്പോൾ ഒരിക്കലും കാർ ഓഫാക്കി വിൻഡോസ് എല്ലാം പൊക്കി പെറ്റിനെ ഒരിക്കലും അതിനകത്ത് വെച്ച് പോകരുത്. ഏതർ അവരെ നിങ്ങളുടെ കൂടെ തന്നെ പുറത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വിൻഡോസ് അവർ ചാടാത്ത വിധത്തിൽ ഒന്ന് റോൾ ഡൗൺ ചെയ്യുക. വെന്റിലേഷൻ പ്രോപ്പർ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നിങ്ങൾ കാറ് വിട്ടു പോകാൻ പാടുള്ളൂ. ട്രാവലിംഗ് ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ പെറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ അത് അവർക്കും കൂടി ഒരു മനോഹരമായൊരു ജേർണിയായി മാറും. ആങ്സൈറ്റി എല്ലാം കുറച്ച് അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എപ്പോഴും ട്രാവലിന് വരാൻ അവർക്കും താല്പര്യം ഉണ്ടാവും.